നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എവേ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഇതാ വിജയിച്ച് കയറിയിരിക്കുന്നു. അലാവസിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമ്പോൾ റയൽ മാഡ്രിഡിനായിട്ട് കിലിൻ എംബാപ്പയും റോഡ്രിഗോയുമാണ് ഗോളുകൾ നേടിയത്. റോഡ്രിഗോ ലീഗിൽ ഗോളടിക്കുന്നത് 11 മാസങ്ങൾക്ക് ശേഷമാണ്. ഏതായാലും കഴിഞ്ഞ സിറ്റിക്കെതിരെയുള്ള കളിയിൽ റോഡ്രിഗോ ഗോളടിച്ചു. യൂസിലിൽ അവൻ ഗോളടിച്ചു. ഗോളടിയിലേക്ക് മടങ്ങിയെത്തി. 32 കളികൾക്കിടയിലുള്ള ആദ്യ ഗോളായിരുന്നു അത്. പിന്നാലെ ഇതാ അലാവസിനെതിരെ ലാലിഗയിൽ ഗോളടിച്ചിരിക്കുന്നു. ഈ കളിയിൽ വിനി ജൂനിയറും കിലിൻ എംബാപ്പയും റോഡ്രിഗോയും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കുന്നത്. ആദ്യ 11-ൽ ബെല്ലിംഗാമും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 4 പേരും സാബിയുടെ കീഴിൽ ആദ്യമായിട്ടാണ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം ശുഭകരമായി മാറുന്നു റയലിൽ എന്ന തോന്നലാണ് ഇപ്പോൾ എന്തായാലും ആരാധകർക്കുള്ളത്. മത്സരത്തിൽ കളിയുടെ 24-ാമത്തെ മിനിറ്റിൽ കിലിൻ എംബാപ്പയുടെ ഗോൾ പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് അദ്ദേഹം പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റുന്നു. റയൽ ലീഡ് എടുക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പക്ഷേ 68-ാമത്തെ മിനിറ്റിൽ വിച്ചെൻ്റെയുടെ ഗോളിലൂടെ അലാവസ് ഒപ്പം പിടിച്ചതാണ്. എന്നാൽ 76-ാമത്തെ മിനിറ്റിൽ വിനിയുടെ അസിസ്റ്റിൽ നിന്ന് റോഡ്രിഗോയുടെ ഗോൾ പിറന്നതോടെ റയൽ വീണ്ടും ലീഡ് തിരിച്ചു പിടിച്ചു. ആ ഒരു മാർജിനിൽ തന്നെ അവർ വിജയിച്ചു കയറി. അതിനിടയ്ക്ക് വിനി ജൂനിയറെ ഫൗൾ ചെയ്തതിന് റഫറി പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ളത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഇതാ റയൽ വിജയവഴിയിലേക്ക് എത്തുന്നു. എവേ മത്സരത്തിൽ വിജയിക്കുന്നു. 17 കളിയിൽ നിന്ന് 39 പോയിൻറ്റോടെ അവരിപ്പോൾ ലാലിഗ ടേബിളിൽ 2-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.